ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആശിഷമാരിയുണ്ടാകും, വീണ്ടും നല്ലുണർവുണ്ടാ, കുന്നുപള്ളകളിന്മേലും കേൾവന്മഴയിൻ സ്വരം. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ താ ദൈവമേ. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. മഹാദൈവവും രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ കർത്താവായ രക്ഷിതാവായ ദൈവപുത്രൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തിന്റെ പല ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് കർത്താവായ യേശുക്രിസ്തു മനുഷ്യപുത്രനായി മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവിടുത്തെ ജീവിതം കർമ്മനിരതമായ ജീവിതമായിരുന്നു. ഒരു ഇപ്പം പോലും സമയം പാഴാക്കാതെ കർത്താവായ യേശുക്രിസ്തു വളരെ പരിശ്രമശീലത്തോടുകൂടെയാണ് ഈ ലോകത്ത് ജീവിച്ചത്. സാധാരണയായിട്ട് മനുഷ്യർ പല വിധത്തിൽ കാണാറുണ്ട്. ചിലർ മഹാമടിയന്മാരായിട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ചിലരാകട്ടെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നു. ചിലരാകട്ടെ കഠിനാധ്വാനികളാണ്. കഠിനാധ്വാനം ചെയ്യുന്നവർ മാത്രമേ സമൂഹത്തിൽ വിജയിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ കഠിനാധ്വാനം ചെയ്ത മനുഷ്യനായിട്ടാണ് ഈ ലോകത്ത് ജീവിച്ചത്. തൻ്റെ 30-ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാം വാക്യം. കർത്താവ് അതിരാവിലെ എഴുന്നേറ്റതായിട്ട് നാം വായിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും തൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതികാലത്തെ അവിടുന്ന് ദൈവാലയത്തിൽ ചെന്ന് ശുശ്രൂഷകൾ നിർവഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. ചിന്തിച്ചു നോക്കുക, യഹൂദനായിരിക്കുന്ന ഒരു വ്യക്തി പുറമേയും അകമേയും ശുദ്ധനായിരിക്കണമെന്നുള്ള പഴയ നിയമപ്രകാരം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ദൈവാലയത്തിലേക്ക് കർത്താവായ യേശു പോവുകയായിരുന്നു. അതെ, കർത്താവായ യേശു അതിരാവിലെ തൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. വളർന്ന നസ്രത്തിൽ കർത്താവായ യേശു പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാനായി എഴുന്നേറ്റ് നിന്നു. സഭാബന്ധത്തിൽ കർത്താവ് വായിക്കാനായിട്ട് നിരന്തരം താല്പര്യം കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടുന്ന് ദാസരൂപം എടുത്തു. ഫിലിപ്പിയർ 2:7. ശുശ്രൂഷ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനല്ല പിന്നെയോ ചെയ്യാനായിട്ടാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാൻ തന്നെ ഈ ലോകത്തിൽ വന്നു, ചെയ്യിക്കാനല്ല വന്നത്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം. അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് അയച്ചവനാകുന്ന പിതാവിൻ്റെ പ്രവൃത്തി തികയ്ക്കാനായിട്ട് ഈ ലോകത്തിൽ കർത്താവ് കർമ്മ നിരതനായിട്ട് പ്രവർത്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പ്രവൃത്തി ആരംഭിക്കുമ്പോൾ കർത്താവിനെ കാണുവാനും രോഗസൗഖ്യം പ്രാപിക്കുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും അനേകർ വന്നുകൂടി. അവിടുത്തെ മുഖദർശനത്തിനായിട്ട് വരുന്ന വ്യക്തികൾ ഒരുപാട് പേരായിരുന്നു. വരുന്നവരും പോകുന്നവരും വളരെ ആകയാൽ ഭക്ഷിപ്പാൻ പോലും സമയം കിട്ടാതെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ പ്രവർത്തിച്ചു. മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യം. രാത്രിയിൽ പോലും ശുശ്രൂഷ തുടർന്നു എന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിക്കോദമസ് എന്ന ആ പരീശൻ കർത്താവിനെ കാണാനായിട്ട് രാത്രിയിൽ കടന്നു വന്നപ്പോൾ ഏതൊരു വിഷമവും പറയാതെ
നിക്കോദോമസിനെ നിത്യജീവന്റെ വചനങ്ങൾ കർത്താവായ യേശു വിളംബരം ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. രാത്രിയിലും കർത്താവ് ശുശ്രൂഷ തുടർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ രാത്രിയിൽ അവിടുന്ന് പ്രാർത്ഥന കഴിച്ചു എന്ന് നാം വായിക്കുന്നു. രാത്രിയിലും കർമ്മനിരതനായിട്ട് പ്രവർത്തിക്കുന്നവനാകുന്ന കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്തു, അഥവാ വചന പഠന ക്ലാസ് നടത്തി ഒരു വ്യക്തിക്ക് വേണ്ടി. അതിൽ ഒന്നാമത്തെ ആള് നിക്കോദോമസ് എന്ന വ്യക്തിയാണ്. രണ്ടാമത് ശമരിയാക്കാരിയായിരിക്കുന്ന സ്ത്രീ. മൂന്നാമതായി ലാസറിന്റെ സഹോദരിയായിരിക്കുന്ന മറിയ. ഇങ്ങനെ ഒരു വ്യക്തിക്ക് കർത്താവ് വചനം പറഞ്ഞു കൊടുത്ത സന്ദർഭങ്ങൾ തിരുവെഴുത്തിലുണ്ട്. 3 പേരാകുന്ന ശിഷ്യന്മാരെ മാറ്റിക്കൊണ്ടുപോയി അവർക്ക് പ്രത്യേകമായ കൽപ്പനകളും ഉപദേശങ്ങളും കൊടുത്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അതോടൊപ്പം തന്നെ 12 പേർക്ക് അവിടുന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. മാത്രമല്ല, എണ്ണിക്കൂടാത്തതായിരിക്കുന്ന പുരുഷാരം, 5000 പുരുഷാരം, അവരോട് ചേർന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും വന്നപ്പോൾ അവർക്കും ദൈവവചനം ചൊല്ലിക്കൊടുത്തു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന പാഠം, ഒരു വ്യക്തിയിൽ തുടങ്ങി 5000-ൽ കൂടുതൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഏകദേശം 20,000-ൽ കൂടുതൽ എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആ പുരുഷാരത്തെ, ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു കർമ്മനിരതനായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിച്ചു. ഉപദേശം, പ്രസംഗം, സൗഖ്യമാക്കൽ, മരിച്ചവരെ ഉയർപ്പിക്കൽ എന്നിങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ നിറപടിയായി നിവർത്തിച്ചു. പകൽ ഉള്ളിടത്തോളം പ്രവർത്തിക്കണം, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് കർത്താവായ യേശു ഉപദേശിച്ചു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. പകൽ ഉള്ളിടത്തോളം പ്രവർത്തിക്കാനായിട്ട് കർത്താവായ യേശു കർമ്മനിരതനായിരുന്നു. പിതാവ് തന്നിൽ കൂടി പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് പുത്രനും പ്രവർത്തിക്കുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവസാനമായി തൻ്റെ പ്രവൃത്തി അവിടുന്ന് തികച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കർത്താവ് തൻ്റെ പ്രവൃത്തി തികച്ചു എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 30-ാമത്തെ വയസ്സിൽ ആരംഭിച്ചതായിരിക്കുന്ന പ്രവൃത്തി അവസാനമായി ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഉറക്കെ പറയുകയും, മാത്രമല്ല കർമ്മനിരതനായിരിക്കുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം നിലയ്ക്കുന്നത് വരെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് സമ്പൂർണമായി സമർപ്പിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്ന ബഹുമാന്യരെ, നിങ്ങളുടെ ജീവിതം ഏത് വിധത്തിലായിരിക്കുന്നു? കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന നിങ്ങൾ കർമ്മനിരതനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? കർത്താവിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് കർമ്മനിരതരായി നമുക്ക് ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന കടമകൾ സമ്പൂർണമായി നിറവേറ്റിക്കൊണ്ട് അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും നമ്മുടെ ഭൗമിക ജീവിതത്തിലും നിറവേറ്റിക്കൊണ്ട് കർത്താവിന് പ്രസാദകരമായി കർത്താവിൻ്റെ ശിഷ്യന്മാരായി നമുക്ക് ജീവിക്കാം. കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു, മനുഷ്യപുത്രനായിരുന്നു. ഒരു മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി മാതൃകാപൂർവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവനായ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമുക്ക് കർമ്മനിരതരായി മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവമാകുന്ന കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.